നമസ്കാരം. ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ. കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ നമ്മുടെ സംസ്ഥാനം വീണ്ടും നിപ്പ ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ പനി ബാധിച്ച് മരിച്ച 2 പേർക്ക് നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ളതായി പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിവ്യാപനശേഷിയുള്ള വൈറസ് ബാധയെ പ്രതിരോധിക്കുവാൻ കോഴിക്കോട് ജില്ലയിൽ കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിപ്പ വൈറസ് എന്താണെന്നും അതിന്റെ വ്യാപനം എങ്ങനെയാണെന്നും എങ്ങനെ പ്രതിരോധിക്കാം എന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓണാക്കിയിടുക. ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകത്ത് ആദ്യമായി മലേഷ്യയിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യയിൽ അന്ന് വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടരുകയാണ് ഉണ്ടായത്. മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ വൈറസ് നിപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹെനിപ്പ വൈറസ് ജനുസിലെ പാരോമിക്സോ വെറിഡെ വിഭാഗത്തിൽപ്പെട്ട RNA വൈറസുകളാണ് നിപ്പ വൈറസുകൾ. സൂണോട്ടിക് ഡിസീസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസാണ് നിപ്പ. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട 4 തരം വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ വാഹകർ എന്ന് കരുതുന്നു. വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീര് തുടങ്ങിയ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. വവ്വാലുകളിൽ നിന്ന് പന്നി, പട്ടി, കുതിര, പൂച്ച, ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളിലേക്ക് രോഗം പകരാവുന്നതാണ്. വൈറസ് ബാധയുള്ള മൃഗങ്ങളുമായി അടുത്തിടെ പഴകുന്നതോ രോഗവാഹകരായ പക്ഷിമൃഗാദികൾ കഴിച്ച് ഉപേക്ഷിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെയോ വൈറസുകൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്താം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ സ്ഥിരീകരണമില്ല. മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്ന് രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് മാത്രം പകർന്നുന്ന നിപ്പ വൈറസ് ജനിതക മാറ്റം സംഭവിച്ചതുകൊണ്ടാവണം മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നത്. രോഗിയുടെ ശരീരസ്രവങ്ങൾ വഴിയാണ് രോഗം പകരുന്നത്. തുമ്മുമ്പോഴും മറ്റും അന്തരീക്ഷത്തിലൂടെയും രോഗം പകരാം. വൈറസ് ബാധയേറ്റ് 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. തുടക്കത്തിൽ പനിയും തലവേദനയും ആണ് പ്രാഥമിക ലക്ഷണങ്ങൾ. കൂടാതെ പലപ്പോഴും ചുമ, തൊണ്ടവേദന, ശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മയക്കം, മാനസിക ആശയക്കുഴപ്പം തുടങ്ങിയ എൻസെഫലൈറ്റിസ് അഥവാ മസ്തിഷ്ക വികത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടേക്കാം. ഇതിനെ തുടർന്ന് ഏതാണ്ട് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ കോമയിലേക്ക് അതിവേഗം പുരോഗമിച്ചേക്കാം. ഏതാണ്ട് 40 മുതൽ 75% വരെ കേസുകൾ മരണത്തിലേക്ക് നീങ്ങുന്നു. നിപ്പ വൈറസ് ബാധയെ അതിജീവിച്ചവരിൽ ചിലരിൽ അപസ്മാരവും വ്യക്തിത്വ മാറ്റങ്ങളും ഉൾപ്പെടെയുള്ള ദീർഘകാല പാർശ്വഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ അവലോകനം ചെയ്തും നിപ്പ വൈറസ് വ്യാപകമായ പ്രദേശങ്ങളിലേക്ക് നടത്തിയ സമീപകാല യാത്രകൾ വിലയിരുത്തിയും നിപ്പ വൈറസ് നിഗമനത്തിൽ എത്താനാകും. നിപ്പ വൈറസ് അണുബാധ നിർണ്ണയിക്കുവാൻ വ്യത്യസ്ത പരിശോധനകൾ ലഭ്യമാണ്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തൊണ്ടയിലെ സ്രവങ്ങൾ, മൂക്കിലെ സ്രവങ്ങൾ, സെറിബ്രോസ്പൈനൽ ദ്രാവകം, മൂത്രം, രക്തം എന്നിവയിൽ നിന്നുള്ള റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ RT-PCR പരിശോധന നടത്താം. തുടർന്ന് രോഗാവസ്ഥയിലും സുഖം പ്രാപിച്ച ശേഷവും ആന്റിബോഡികൾക്കായുള്ള എൻസൈം ലിങ്ക് ഇമ്മ്യൂണോസോർബൻ അസേ അഥവാ ELISA പരിശോധന നടത്തുന്നു. അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ അത്രത്തോളം ഫലവത്താകാത്തതിനാൽ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായി കൈകഴുകുന്നത് ശീലമാക്കുക. വവ്വാലുകൾ വിഹരിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുക. നിലത്ത് കാണപ്പെടുന്ന പഴങ്ങൾ പോലുള്ള വവ്വാലുകളാൽ മലിനമായേക്കാവുന്ന പഴങ്ങൾ കഴിക്കാതിരിക്കുക. വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്നും തുറന്ന കലങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് ഒഴിവാക്കുക.
വവ്വാലുകൾ ഭക്ഷിച്ചുപയോഗിച്ച പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയാൽ വൈകാതെ വൈദ്യസഹായം തേടേണ്ടതാണ്. രോഗികളെ അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ ശുശ്രൂഷിക്കുമ്പോൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. രോഗിയുമായി 1 മീറ്ററെങ്കിലും ദൂരം പാലിക്കുവാനും രോഗി കിടക്കുന്ന സ്ഥലത്തു നിന്നും അകലം പാലിക്കുകയും വേണം. രോഗിയുമായി ഇടപഴകുമ്പോൾ N95 മാസ്കുകൾ, കയ്യുറ, ഗൗൺ എന്നിവ ഉപയോഗിക്കേണ്ടതാണ്. കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങൾ പോലുള്ള വസ്തുക്കൾ പ്രത്യേകം ഉപയോഗിക്കുകയും അവ വൃത്തിയാക്കി പ്രത്യേകം സൂക്ഷിക്കുകയും വേണം. രോഗി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും മറ്റും പ്രത്യേകം കഴുകുകയും ഉണക്കുകയും ചെയ്യണം. രോഗിയുടെ രക്തവുമായോ മറ്റ് ശരീരസ്രവങ്ങളുമായോ സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. നന്ദി.